ഇന്നവേറ്റീവ് PSC ട്യൂട്ടറിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന 10th പ്രിലിംസ് എക്സാം എഴുതുന്നവർക്ക് വേണ്ടി തയ്യാറാക്കിയ മുൻവർഷ ചോദ്യങ്ങളുടെ ഒരു റിവിഷൻ സീരീസാണിത്. ഇത് പാർട്ട് 9 ആണ്. ഇതിന് മുമ്പത്തെ വീഡിയോകൾ ഒരു പ്ലേലിസ്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർ പോയി കാണണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: സമത്വ സാമൂഹ്യ സൃഷ്ടി എന്ന ലക്ഷ്യത്തോടെ അയിത്തോച്ചാടനം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാറ്റിയ കേരളത്തിലെ പ്രക്ഷോഭം. ആൻസർ ഓപ്ഷൻ ഡി, ഗുരുവായൂർ സത്യാഗ്രഹം. ക്ഷേത്രപ്രവേശനത്തിനും അയിത്തത്തിനെതിരെയും 1931 നവംബർ 1 ആരംഭിച്ച സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്നത് AKG ആയിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ സെക്രട്ടറിയും നേതാവും K. കേളപ്പനായിരുന്നു. അതുപോലെ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനെയാണ്. തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം ആവശ്യപ്പെട്ടുകൊണ്ട് KPCCയുടെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ഈ ഗുരുവായൂർ സത്യാഗ്രഹം എന്നുള്ള ഗുരുവായൂർ സത്യാഗ്രഹ പ്രമേയം പാസാക്കിയ സമ്മേളനം 1931 വടകര സമ്മേളനമാണ്. ഈ സമ്മേളനത്തിന് നേതൃത്വം നൽകിയത് JM ഗുപ്തയാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തെ തുടർന്ന് 1932 സെപ്റ്റംബർ 21 K. കേളപ്പൻ നിരാഹാരം ആരംഭിച്ചത്. 1932 ഒക്ടോബർ 2 ഗാന്ധിജി ഇടപെട്ടിട്ട് K. കേളപ്പൻ എന്ത് ചെയ്തു? നിരാഹാരം അവസാനിപ്പിക്കുകയും ചെയ്തു. ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത വനിതയായിരുന്നു ആര്യം പള്ളം. ഗുരുവായൂർ ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട് പൊന്നാനി താലൂക്കിൽ ജനഹിത പരിശോധന നടന്നിരുന്നു. കേരളത്തിൽ 1930 ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് K. കേളപ്പനാണ്. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ വേദി എന്നറിയപ്പെടുന്നത് പയ്യന്നൂരാണ്. ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം നടത്തി മരണപ്പെട്ട സത്യാഗ്രഹിയാണ് PC കുഞ്ഞിരാമൻ അടിയോടി. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ സമരത്തിലെ മാർച്ചിങ് ഗാനമായിരുന്നു വരിക വരിക സഹചരേ എന്നത്. ഈ വരിക വരിക സഹചരേ എന്ന ഗാനം എഴുതിയിട്ടുള്ളത് അംഷി നാരായണ പിള്ളയാണ്. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂരാണ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൽ K. കേളപ്പനോടൊപ്പം 32 അനുയായികൾ പങ്കെടുത്തിരുന്നു. പാലക്കാട് നിന്നുള്ള ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് TR കൃഷ്ണസ്വാമി അയ്യരാണ്. ഉപ്പ് സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പയ്യന്നൂരിലെ ഉളിയത്ത് കടവിലാണ്. 1921 ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ മാപ്പിളമാർ നടത്തിയ സമരമാണ് മലബാർ കലാപം. മലബാർ ലഹളയ്ക്ക് പെട്ടെന്നുണ്ടായ കാരണം എന്ന് പറയുന്നത് ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതാണ്. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട തീവണ്ടി ദുരന്തമാണ് വാഗൺ ട്രാജഡി. 1921 നവംബർ 20 വാഗൺ ട്രാജഡി നടന്നത്. വാഗൺ ട്രാജഡിയെ ദി ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരനാണ് സുമിത് സർക്കാർ. വാഗൺ ട്രാജഡി മെമ്മോറിയൽ ഹാൾ സ്ഥിതി ചെയ്യുന്നത് തിരൂരാണ്. മലബാർ കലാപത്തിലെ പ്രധാന നേതാക്കളാണ് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, കുമരൻ പുത്തൂർ സീതിക്കോയത്തങ്ങൾ, അലി മുസ്ലിയാർ എന്നിവർ. മലബാർ ലഹളയെ തുടർന്ന് അധികാരത്തിൽ വന്ന താൽക്കാലിക ഗവൺമെന്റിന് നേതൃത്വം നൽകിയത് അലി മുസ്ലിയാരാണ്. പൂക്കോട്ടൂർ യുദ്ധം എന്നറിയപ്പെടുന്ന കലാപമാണ് മലബാർ ലഹള. 1921 പൂക്കോട്ടൂർ ഗ്രാമത്തിൽ കൃഷിയോഗ്യമായ ഭൂമിയുടെ 60% കൈവശം വെച്ചിരുന്നത് നിലമ്പൂർ രാജയായിരുന്നു. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. സ്വതന്ത്ര തിരുവിതാംകൂർ വാദത്തിനും അമേരിക്കൻ മോഡൽ ഭരണത്തിനുമെതിരെ തിരുവിതാംകൂറിൽ നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം. തുലാം 10 സമരം എന്നറിയപ്പെടുന്നതും പുന്നപ്ര വയലാർ സമരമാണ്. പുന്നപ്ര വയലാർ സമരത്തിന് നേതൃത്വം നൽകിയത് K. ശങ്കരനാരായണൻ തമ്പി, TV തോമസ്, പത്രോസ്, സുഗതൻ എന്നിവരായിരുന്നു. അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ ദിവാനായിരുന്നു CP രാമസ്വാമി അയ്യർ. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ:
മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചതാര്? ആൻസർ ഓപ്ഷൻ സി, ശ്രീനാരായണ ഗുരു. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ, സംഘടിച്ച് ശക്തരാവുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്നതും ശ്രീനാരായണ ഗുരുവിൻ്റെ വചനങ്ങളാണ്. ഉണരുവിൻ, അഖിലേഷിനെ സ്മരിപ്പിൻ, ക്ഷണം എഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ എന്ന് ആഹ്വാനം ചെയ്തത് വാഗ്ഭടാനന്ദനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി INA-യിൽ ചേർന്ന മലയാളി? ആൻസർ ഓപ്ഷൻ ബി, വക്കം അബ്ദുൽ ഖാദർ. അടുത്ത ക്വസ്റ്റ്യൻ, സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടി ഏത്? ആൻസർ ഓപ്ഷൻ ഡി, ഫോർവേഡ് ബ്ലോക്ക്. സുഭാഷ് ചന്ദ്രബോസ് INC-യുടെ പ്രസിഡന്റായ വർഷം? 1938 ഹരിപുര കോൺഗ്രസ് സമ്മേളനം. എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റാണ് സുഭാഷ് ചന്ദ്രബോസ്. അത് 1939 ത്രിപുരി കോൺഗ്രസ് സമ്മേളനത്തിലാണ്. INC-യുടെ 1939 തെരഞ്ഞെടുപ്പിൽ പട്ടാഭി സീതാരാമയ്യയാണ് സുഭാഷ് ചന്ദ്രബോസ് തോൽപ്പിച്ചത്. സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസിൽ നിന്നും രാജിവെച്ച വർഷം 1939 ആ വർഷം തന്നെയാണ് സുഭാഷ് ചന്ദ്രബോസ് ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചതും. സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുക്കുന്നത് റാഷ് ബിഹാരി ബോസിൽ നിന്നാണ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗാണ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിന്റെ സ്ഥാപകന് റാഷ് ബിഹാരി ബോസും മോഹൻ സിംഗുമാണ്. 1942 ഇത് രൂപീകരിച്ചത്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്നഭിപ്രായപ്പെട്ടത് സുഭാഷ് ചന്ദ്രബോസാണ്. ദില്ലി ചലോ, ജയ് ഹിന്ദ് എന്നീ പ്രശസ്ത മുദ്രാവാക്യങ്ങളുടെ ഉപജ്ഞാതാവും സുഭാഷ് ചന്ദ്രബോസാണ്. സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു CR ദാസ് ആണ്. സത്യശോധക് സമാജ് എന്ന സംഘടന സ്ഥാപിച്ചത് ജ്യോതിബ ഫുലെയാണ്. ദുരാചാരങ്ങളെയും പുരോഹിത മേധാവിത്വത്തെയും എതിർത്ത സംഘടനയായിരുന്നു. അതുപോലെ പിന്നോക്ക വിഭാഗക്കാർക്കായി വിദ്യാലയങ്ങൾ ആരംഭിച്ചതും ജ്യോതിബ ഫുലെയാണ്. അഭിനവ് ഭാരത് സൊസൈറ്റി സ്ഥാപിച്ചത് VD സവർക്കർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, മലബാർ കലാപം ഉണ്ടാകാനുള്ള കാരണം അന്വേഷിക്കാൻ രൂപീകരിച്ച കമ്മീഷൻ ഏത്? ആൻസർ ഓപ്ഷൻ ബി, വില്യം ലോഗൻ കമ്മീഷൻ. മലബാർ കുടിയായ്മ നിയമങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം ലോഗനാണ്. മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം എഴുതിയതും വില്യം ലോഗനാണ്. മലബാർ മാനുവല് പ്രസിദ്ധീകരിച്ചത് 1887 ഇതിൽ 4 അധ്യായങ്ങളാണുള്ളത്. മലബാറിലെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളുണ്ട്, ജന്തുസസ്യജാലങ്ങളുണ്ട്, അതുപോലെ മലബാറിലെ ജനങ്ങൾ, ഭാഷ, സംസ്കാരം, ചരിത്രം, ഭൂനികുതി എന്നിവയൊക്കെ പ്രതിപാദിക്കുന്ന പുസ്തകമാണിത്. സ്വതന്ത്ര ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനുകളാണ് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. 1952 ഈ കമ്മീഷനെ നിയമിച്ചത്. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനത്തിന് വേണ്ടിയിട്ടാണ് കമ്മീഷൻ മുൻഗണന നൽകിയത്. കമ്മീഷന്റെ ശുപാർശകളായിരുന്നു: ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം, സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കണം, വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കണം, അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണം എന്നിവ ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷന്റെ ശുപാർശകളായിരുന്നു. ഡോക്ടർ DS കോത്താരി കമ്മീഷനെ നിയമിച്ചത് 1964 വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശമാണ് അദ്ദേഹം സമർപ്പിച്ചത്. കോത്താരി കമ്മീഷന്റെ ശുപാർശകളായിരുന്നു: 10+2+3 എന്ന മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം, സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകണം, മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം എന്നിവ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ വിദേശ നയത്തിന്റെ ശില്പി ആര്? ആൻസർ ഓപ്ഷൻ സി, ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളാണ്: സാമ്രാജ്യത്വത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള എതിർപ്പ്, വംശീയവാദത്തോടുള്ള വിദ്വേഷം,
ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം, സമാധാനപരമായ സഹവർത്തിത്വം, പഞ്ചശീല തത്വങ്ങൾ, വിദേശ സഹായത്തിൻ്റെ ആവശ്യകതയിലുള്ള ഊന്നൽ, ചേരിചേരായ്മ. പഞ്ചശീല തത്വങ്ങൾ ഉൾപ്പെട്ടതാണ് രാജ്യത്തിൻ്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക, പരസ്പരം ആക്രമിക്കാതിരിക്കുക, ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക, സമത്വവും പരസ്പര സഹായവും പുലർത്തുക, സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം. ആൻസർ ഓപ്ഷൻ സി, വിഴിഞ്ഞം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. ആൻസർ പാമ്പാടുംചോല. കേരളത്തിൽ നിലവിൽ 5 ദേശീയോദ്യാനങ്ങളാണുള്ളത്. അതിൽ ഏറ്റവും വലുത് ഇരവികുളമാണ്. ഏറ്റവും ആദ്യം ഉണ്ടായതും ഇരവികുളം ദേശീയ പാർക്കാണ്. ഇരവികുളം ദേശീയ പാർക്കിൻ്റെ വിസ്തീർണം 97 കിലോമീറ്റർ ആണ്. ഇത് ഇടുക്കി ജില്ലയിലാണ്. 1978 ഇരവികുളം ദേശീയ പാർക്ക് രൂപീകരിച്ചിട്ടുള്ളത്. ഇരവികുളത്തെ 1975 തന്നെ വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചിരുന്നു. അതിനുശേഷം 1978 ഇതിനെ ദേശീയ പാർക്കായിട്ട് മാറ്റിയത്. അതുപോലെ ദേശീയ പാർക്കാക്കി ഉദ്ഘാടനം ചെയ്തത്, ഇതിനെ പ്രഖ്യാപിച്ചപ്പോൾ ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഇത് ഇരവികുളം ദേശീയ പാർക്ക് സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതെന്ന് ചോദിച്ചാൽ ദേവികുളം താലൂക്കാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയ പാർക്ക് ഏതെന്ന് ചോദിച്ചാലും അതും ഇരവികുളമാണ്. അതുപോലെ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്നതും ഇരവികുളം ദേശീയ പാർക്കിലാണ്. വരയാടുകൾ കാണപ്പെടുന്നത് ഇരവികുളം ദേശീയ പാർക്കിലാണ്. നീലക്കുറിഞ്ഞിയുള്ളത് ഇരവികുളം ദേശീയ പാർക്കിലാണ്. വരയാടുകൾ കൂട്ടത്തോടെ കാണപ്പെടുന്ന മലയാണ് രാജമല എന്ന് പറയുന്നത്. വലുപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി ദേശീയ പാർക്ക്. 89.52 കിലോമീറ്ററാണ് ഇതിൻ്റെ വിസ്തീർണം. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്, മണ്ണാർക്കാട് താലൂക്കിലാണ്. 1984 ഇത് രൂപീകരിച്ചിട്ടുള്ളത്. സൈലന്റ് വാലി ഏറ്റവും പഴക്കമുള്ള ദേശീയ പാർക്കാണ്. അതുപോലെ ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള ദേശീയ പാർക്കാണ്. നീലഗിരി ബയോസ്ഫിയറിൻ്റെ ഭാഗമായ കേരളത്തിലെ ഏക ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. 1984 സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചപ്പോൾ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും 1985 സൈലന്റ് വാലി ഉദ്ഘാടനം ചെയ്തപ്പോൾ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുമായിരുന്നു. സിംഹവാലൻ കുരങ്ങൾക്ക് പുറമെ മലബാർ ജയിന്റ് സ്ക്വിറലും ഈ ദേശീയോദ്യാനത്തിൽ കാണപ്പെടുന്നുണ്ട്. 3ാമത്തെ ദേശീയോദ്യാനമാണ് മതികെട്ടാൻ ചോല. അത് ഇടുക്കി ജില്ലയിലാണ്. 12.82 കിലോമീറ്ററാണ് ഇതിനുള്ളത്. 2003 ഇത് രൂപീകരിച്ചിട്ടുള്ളത്. അടുത്തത് ആനമുടി ചോലയാണ്. 7.5 കിലോമീറ്ററാണ് ഇതിൻ്റെ വിസ്തീർണം. ഇടുക്കി ജില്ലയിൽ തന്നെയാണ്. 2003 തന്നെയാണ് ഇതും രൂപീകരിച്ചിട്ടുള്ളത്. ഏറ്റവും അവസാനത്തെയും ഏറ്റവും ചെറുതുമായിട്ടുള്ള ദേശീയോദ്യാനമാണ് പാമ്പാടുംചോല. 1.32 കിലോമീറ്ററാണ് ഇതിൻ്റെ വിസ്തീർണം. ഇടുക്കി ജില്ലയിലാണ്. 2003 തന്നെയാണ് ഇതും രൂപീകരിച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, കണ്ടൽക്കാടുകളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം. ആൻസർ ഓപ്ഷൻ എ, മംഗളവനം. കേരള സംസ്ഥാന വനംവകുപ്പിൻ്റെ കീഴിലുള്ള ഏറ്റവും ചെറിയ സംരക്ഷിത പ്രദേശമാണ് മംഗളവനം. കണ്ടൽ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതമാണ് മംഗളവനം. ഭൂമിയുടെ അരിപ്പകളാണ് കണ്ടൽ വനങ്ങൾ. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം മംഗളവനമാണ്. കൊച്ചി നഗരത്തിൻ്റെ ഹൃദയഭാഗത്തിലാണ് ഈ മംഗളവനം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെയും ഏറ്റവും വലുതുമായ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. എറണാകുളം ജില്ലയിലെ ഭൂതത്താൻ കെട്ടിനടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സലീം അലിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ പക്ഷി സങ്കേതം സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. സലീം അലിയുടെ ആത്മകഥയാണ് ഒരു കുരുവിയുടെ പതനം. പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നതും സലീം അലിയുടെ ജന്മദിനമായ നവംബർ 12 സലീം അലിയുടെ ജന്മസ്ഥലം മുംബൈയാണ്. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് കുമരകം. 1847 ആൽഫ്രഡ്
ജോർജ് ബേക്കർ സ്ഥാപിച്ച പക്ഷി സങ്കേതം ആയതുകൊണ്ടാണ് ഇതിന് ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. കോട്ടയം ജില്ലയിലെ കുമരകം പക്ഷി സങ്കേതം വേമ്പനാട് കായലിൻ്റെ തീരത്തായതുകൊണ്ട് ഇതിനെ വേമ്പനാട് പക്ഷി സങ്കേതം എന്നും അറിയപ്പെടുന്നുണ്ട്. ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് കടലുണ്ടി പക്ഷി സങ്കേതം. ആഗോളതലത്തിൽ വംശനാശ ഭീഷണി നേരിടുന്ന ദേശാടന പക്ഷികൾ എത്തുന്ന ഇന്ത്യയിലെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നാണ് കടലുണ്ടി. തെക്കേ ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിറ്റി റിസർവാണ് കടലുണ്ടി പക്ഷി സങ്കേതം. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവായി പ്രഖ്യാപിക്കപ്പെട്ടത് 2007 അടുത്ത ക്വസ്റ്റ്യൻ, ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് അർഹമായ വിമാനത്താവളം. ആൻസർ ഓപ്ഷൻ സി, നെടുമ്പാശ്ശേരി. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, മീനങ്ങാടി. ഇന്ത്യയിൽ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ല വയനാടാണ്. അതുപോലെ ഏഷ്യയിലെ തന്നെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ഇരവികുളം നാഷണൽ പാർക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിങ്ങിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം. ആൻസർ ഓപ്ഷൻ ഡി, കേരളം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ പൊൻകുന്നം വർക്കിയുടെ ആത്മകഥ. ആൻസർ ഓപ്ഷൻ എ, എൻ്റെ വഴിത്തിരിവ്. എൻ്റെ കഥ മാധവിക്കുട്ടിയുടെ ആത്മകഥയാണ്. എൻ്റെ വഴിയമ്പലങ്ങൾ എസ് കെ പൊറ്റക്കാടിൻ്റെ ആത്മകഥയാണ്. ആത്മകഥ എന്ന പേരിൽ ആത്മകഥ എഴുതിയത് EMS, KR ഗൗരിയമ്മ, സർദാർ KM പണിക്കർ എന്നിവർ ആത്മകഥ എന്ന പേരിൽ തന്നെയാണ് ആത്മകഥ എഴുതിയിട്ടുള്ളത്. ആത്മരേഖ എഴുതിയത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിൻ്റെതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ ഓപ്ഷൻ എ, ആഡം സ്മിത്ത്. ആഡം സ്മിത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദ വെൽത്ത് ഓഫ് നേഷൻ. 1776 ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ പരിമിതപ്പെടുത്തണമെന്നും വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നുള്ള ആശയം മുന്നോട്ട് വെച്ചത് ആഡം സ്മിത്ത് ആണ്. ഇത് ലൈസസ് ഫെയർ സിദ്ധാന്തം എന്നാണ് അറിയപ്പെടുന്നത്. ലൈസസ് ഫെയർ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആഡം സ്മിത്ത് ആണ്. അതുപോലെ ആൽഫ്രഡ് മാർഷൽ സമ്പത്ത് മനുഷ്യൻ്റെ ക്ഷേമത്തിന് വേണ്ടി ക്ഷേമ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ആൽഫ്രഡ് മാർഷലാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ എന്ന് പറയുന്നത്. ലയണൽ റോബിൻസൺ മുൻഗണനാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ്. മനുഷ്യരുടെ ആവശ്യങ്ങൾ അനന്തവും വിഭവങ്ങൾ പരിമിതവുമായതിനാൽ വിഭവങ്ങളെ മുൻഗണന അനുസരിച്ചിട്ട് വേണം തിരഞ്ഞെടുക്കാൻ എന്നതാണ് ഈ സിദ്ധാന്തം. 1998 നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരനാണ്, ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അമർത്യ സെൻ. അടുത്ത ക്വസ്റ്റ്യൻ, മലമ്പനിക്ക് കാരണമായ രോഗകാരി. ആൻസർ ഓപ്ഷൻ ബി, പ്ലാസ്മോഡിയം. ബാക്ടീരിയ രോഗങ്ങളാണ് കോളറ, ക്ഷയം, കുഷ്ഠം, ടെറ്റനസ്, ഡിഫ്തീരിയ, ടൈഫോയിഡ്, വില്ലൻ ചുമ, പ്ലേഗ്, എലിപ്പനി, ഗൊണോറിയ, സിഫിലിസ്, ആന്ത്രാക്സ്, തൊണ്ടക്കാറൽ, ഭക്ഷ്യവിഷബാധ. ഇതെല്ലാം ബാക്ടീരിയ രോഗങ്ങളാണ്. ഇതിൽ ക്ഷയമുണ്ടാക്കുന്ന രോഗാണുവാണ് മൈക്രോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന് പറയുന്ന ബാക്ടീരിയ. വൈറസ് രോഗങ്ങളാണ് എയ്ഡ്സ്, ചിക്കൻ പോക്സ്, ജലദോഷം, മീസിൽസ്, പേവിഷബാധ, ചിക്കൻ ഗുനിയ, പോളിയോ, അരിമ്പാറ, വസൂരി, ഡെങ്കിപ്പനി, സാർസ്, പക്ഷിപ്പനി, പന്നിപ്പനി എന്നിവ. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്നത്.
ആൻസർ ഓപ്ഷൻ ഡി 2008. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് പ്രതിവർഷം 1,00,000 രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കുന്ന പദ്ധതി. ആൻസർ ഓപ്ഷൻ സി നിരാമയ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ബി പ്രസിഡൻഷ്യൽ സമ്പ്രദായം. ഇന്ത്യൻ ഭരണഘടന എഴുതപ്പെട്ട ഭരണഘടനയാണ്. മൗലിക അവകാശങ്ങളുണ്ട്. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥയാണ്. പ്രസിഡൻഷ്യൽ സമ്പ്രദായമല്ല, ജനാധിപത്യ സമ്പ്രദായമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ആൻസർ ഓപ്ഷൻ ബി ജൂൺ 7. അടുത്ത ക്വസ്റ്റ്യൻ, യോജകകലയെ ബാധിക്കുന്ന ക്യാൻസർ. ആൻസർ ഓപ്ഷൻ എ സർക്കോമ. അനിയന്ത്രിതമായി കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്ന രോഗാവസ്ഥയാണ് ക്യാൻസർ. ക്യാൻസറിനെ കുറിച്ചുള്ള പഠനവും ചികിത്സയും അറിയപ്പെടുന്നത് ഓങ്കോളജി എന്നാണ്. ക്യാൻസറിന് കാരണമാവുന്ന ജീനുകളാണ് ഓങ്കോജീനുകൾ. ക്യാൻസറിന് കാരണമാകുന്ന വൈറസാണ് ഓങ്കോ വൈറസ്. ക്യാൻസറിന് കാരണമാകുന്ന വസ്തുവാണ് കാർസിനോജൻ. എപ്പിത്തീലിയയിലെ ക്യാൻസർ എന്നറിയപ്പെടുന്നത് കാർസിനോമ. കാർസിനോമ ബാധിക്കുന്ന ഭാഗങ്ങളാണ് ത്വക്ക്, ശ്വാസകോശം, സ്തനങ്ങൾ. യോജകകലയെ ബാധിക്കുന്ന ക്യാൻസറാണ് സാർക്കോമ. അൾട്രാവയലറ്റ് കിരണങ്ങൾ അധികമായി ഏൽക്കുന്നത് കാരണം ത്വക്കിനുണ്ടാവുന്ന അർബുദമാണ് മാലിഗ്നന്റ് മെലനോമ. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന കൊബാൾട്ടിന്റെ ഐസോട്ടോപ്പാണ് കൊബാൾട്ട് 60. ക്യാൻസറിനെതിരെ ജീൻ തെറാപ്പി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ രാജ്യമാണ് അമേരിക്ക. അടുത്ത ക്വസ്റ്റ്യൻ, നമ്മുടെ ശരീരത്തിലെ ഏത് അവയവത്തിൽ വെച്ചാണ് യൂറിയ നിർമ്മിക്കപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ എ കരൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരള്. ശരീരത്തിലെ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്നത് കരളിനെയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ കൊഴുപ്പ് സംഭരിക്കപ്പെടുന്ന അവയവം കരളാണ്. ഇരുമ്പ് സംഭരിക്കപ്പെടുന്ന അവയവം കരളാണ്. ഏറ്റവും അധികം താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം കരളാണ്. പുനരുജ്ജീവന ശക്തിയുള്ള മനുഷ്യ ശരീരത്തിലെ ഏക അവയവം കരളാണ്. 2 ലോബുകളുള്ള അവയവമാണ് കരള്. മനുഷ്യ ശരീരത്തിൽ കടന്നുകൂടിയ വിഷവസ്തുക്കളെ നശിപ്പിക്കാൻ നിയുക്തമായ അവയവമാണ് കരള്. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിനാവശ്യമായ പ്രോട്ടീൻ നിർമ്മിക്കുന്നതും കരൾ തന്നെയാണ്. അമിതമായാൽ കരളിൽ അടിഞ്ഞുകൂടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ എ. കരളിൽ നിർമ്മിക്കപ്പെടുന്ന വിഷവസ്തുവാണ് അമോണിയ. അമോണിയ കാർബൺ ഡയോക്സൈഡുമായി കൂടിച്ചേർന്ന് ഉണ്ടാകുന്ന വസ്തുവാണ് യൂറിയ. ശരീരത്തിൽ യൂറിയ നിർമ്മാണം നടത്തുന്ന അവയവം കരളാണ്. കരളിൽ സൂക്ഷിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ആണ് ഗ്ലൈക്കോജൻ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ മാംസത്തിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി കോഷിയോർക്കർ. ശരീരകലകളുടെ നിർമ്മാണത്തിന് ആവശ്യമായ പോഷക ഘടകമാണ് മാംസ്യം. ബോഡി ബിൽഡേഴ്സ് എന്നറിയപ്പെടുന്ന പോഷക ഘടകമാണ് മാംസ്യം. പ്രോട്ടീനുകളുടെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് അമിനോ ആസിഡുകൾ. പ്രോട്ടീൻ്റെ ഘടകമൂലകങ്ങളാണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ. ഏറ്റവും കൂടുതൽ മാംസമടങ്ങിയ ആഹാരമാണ് സോയാബീന്. മാംസ്യോൽപാദനം നടത്തുന്ന കോശത്തിലെ ഭാഗമാണ് റൈബോസോം. മാംസത്തിൻ്റെ അഭാവം കൊണ്ടുണ്ടാവുന്ന രോഗങ്ങളാണ് മരാസ്മസും കോഷിയോർക്കറും. പേശികളിൽ കാണുന്ന മാംസ്യമാണ് മയോസിൻ. അസ്ഥികളെയും പേശികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗമായ ഡെൻഡൈനിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യമാണ് കൊളാജൻ. കൊമ്പ്, നഖം, മുടി എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യമാണ് കെരാറ്റിൻ. പാലിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യമാണ് കേസിൻ. ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാവുന്ന രോഗമാണ് സ്കർവി. ശരീരത്തിൽ അയഡിൻ്റെ കുറവ് മൂലമുണ്ടാവുന്ന രോഗമാണ് ഗോയിറ്റർ. വിറ്റാമിൻ എയുടെ അഭാവം മൂലമുണ്ടാവുന്ന രോഗമാണ് നിശാന്തത, സിറോഫ്താൽമിയ എന്നിവ.
അടുത്ത ക്വസ്റ്റ്യൻ, മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ശരീര അവയവം. ആൻസർ ഓപ്ഷൻ ഡി, കരൾ. കരളിനെ ബാധിക്കുന്ന രോഗങ്ങളാണ് ഹെപ്പറ്റൈറ്റിസ്, സിറോസിസ്. ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങളാണ് ബ്രോങ്കൈറ്റിസ്, സാർസ്, സിലിക്കോസിസ്, ക്ഷയം. തലച്ചോറിനെ ബാധിക്കുന്ന രോഗമാണ് മെനിഞ്ചൈറ്റിസ്. അടുത്ത ക്വസ്റ്റ്യൻ, പെരിങ്ങൽകൂത്ത് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ആൻസർ ഓപ്ഷൻ ബി, മുതിരപ്പുഴ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകൾ ഉള്ളത് ഏത് ജില്ലയിലാണ്? ആൻസർ ഓപ്ഷൻ സി, ഇടുക്കി ജില്ലയിൽ.